ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈവനിങ് അല്ല, അതൊക്കെ ശേഷമാണ്. നല്ല രാത്രിയായിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പാർക്കിൽ പോകുന്ന വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് മുന്നേ പാർക്കിൽ പോയാൽ കളിയാകുമ്പോൾ പിള്ളേരൊക്കെ ടയേർഡാവില്ലേ. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രത്യേകിച്ച് ഒന്ന് പിള്ളേരായിട്ടൊന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ഐസ്ക്രീം മേടിച്ചു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അവിൽ മിൽക്ക് ഇല്ലേ നാട്ടിലത്തെ, അതാണ് സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണല്ലോ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് തന്നെ കഴിച്ചു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് വേറൊരു കിടക്കാച്ചി സംഭവം മേടിച്ചിട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. മൊമോസാണ്. ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ്, പിന്നെ നമ്മൾ സോസൊക്കെ ഇട്ടിട്ട് നോർമലി ചെയ്യില്ലേ അതുപോലെ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്തിരി സ്പൈസിയാണ്, അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ചൂടോട് കൂടി കഴിക്കും വേണം, എന്നാലാണല്ലോ ഇങ്ങനത്തെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ നല്ലൊരു ഫുൾ ഫില്ലിങ് ഫീൽ കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ അവിൽ മിൽക്ക് കഴിച്ചാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ പാർക്കിലേക്ക്. പിള്ളേർക്ക് പിന്നെ എപ്പോഴും ഒരു പ്രത്യേക സ്നേഹമല്ലേ, മാമന്മാർ, ആൻറ്റിമാർ, അമ്മേമ്മ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ അവർക്കാണെങ്കിലും ഒരു പിള്ളേരുടെ അടുത്ത് കളിക്കാനും ഓടാനും ചാടാനും അങ്ങനെയൊക്കെ. അപ്പോൾ അതേ ഓരോരുത്തരുടെ പിന്നാലെ ഓരോരുത്തരായിട്ട് നടക്കുന്നുണ്ട്. വലിയവരൊന്നും നോക്കണ്ട അവർക്ക്, പക്ഷെ അവൻ്റെ ഒപ്പം പോകാനുള്ള കൊതി കൊണ്ട് ഇങ്ങനെ പോകണമെന്ന് മാത്രം, ചെറുതിനെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ആണെങ്കിൽ നല്ല ക്രൗഡുള്ള സ്ഥലമാണ്, പക്ഷെ അധികം തണുപ്പ് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഓവറായി തണുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മോള് ഏതിലേക്കാണ് കയറേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അവൾക്ക് പറ്റണ റൈഡുകൾ. അപ്പോൾ അതേ മൂത്താൾ പോയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു സമയത്ത് ഇറങ്ങൽ കുറവാണ് കൂടുതലായിട്ട്. കാര്യം തണുപ്പായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് അങ്ങനെ അസുഖങ്ങൾ വരണ്ടാന്ന് വെച്ചിട്ട്. പിന്നെ ഇവ വന്നപ്പോൾ പിന്നെ ഒരു രസമല്ലേ, എപ്പോഴും TV കാണുന്നേക്കാളും ഭേദമല്ലേ എന്ന് വെച്ചിട്ട്. മോനാണെങ്കിൽ ഈ ഒരു റൈഡ് ശരിക്കും എന്താ സംഭവം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയണില്ല കേട്ടോ. അപ്പോൾ വലിയ വീരവാദമൊക്കെ അടിച്ചിട്ട് നിൽക്കുക, ഞാൻ ചാടും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചാടാൻ അറിയുന്ന കുട്ടികൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇപ്പോഴാണ് സെറ്റായത്. ഞങ്ങൾ മുന്നേ പോയിട്ട് ഈ പറഞ്ഞോണം അവനകത്ത് ഇത്രയ്ക്ക് ഉയരണ്ടായിരുന്നില്ല, പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ അതേ ഭയങ്കര കാര്യമായിട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒന്നും കൂടി ഇതേ ചാടാൻ പോയിട്ടാ. അപ്പോൾ വേറെ ആരുമില്ല, പക്ഷെ അവൻ കയറിയിട്ട് ലാസ്റ്റ് എത്തണേക്കാൾ മുന്നേ കൈ വിട്ടുപോയി. നീ എന്താ പറയുക, ഒരു ഇത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു. അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെയും ആക്കി തുടങ്ങി. അപ്പോൾ ഇത്തിരി കോൺഫിഡൻസ് കൂടി കണ്ടപ്പോഴേക്കും ആ ഒരു സമയമാകുമ്പോഴേക്കും കാലുവിട് എന്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും പിന്നെ അവൻ ട്രൈ ചെയ്യും, പേടിച്ച് നിൽക്കുക അങ്ങനെയില്ലേ. അവൻ കയറി പേടി മാറിയപ്പോഴാണ് മൂത്ത ആൾ കയറിയിട്ട്. അവൾക്ക് പിന്നെ സിമ്പിളാണല്ലോ, കുറച്ചുകൂടി വലിയ കുട്ടിയാണല്ലോ. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുക, ഓടണവർ ഓടട്ടെ, കളിക്കണവർ കളിക്കട്ടെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറയുക, പിള്ളേരുടെ കൂടെയാണെങ്കിൽ പിന്നെ ജിമ്മിനൊന്നും പോകണ്ടല്ലേ, നല്ല ആയാസമല്ലേ എന്നൊക്കെ. പക്ഷെ എന്നും ഇങ്ങനെ കൊണ്ട് നടക്കാൻ എളുപ്പമല്ലല്ലോ. പിന്നെ ഈ ക്ലൈമറ്റ് നമുക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് പോയിട്ട് അടിച്ച് പൊളിക്കാന്നല്ലാതെ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടേക്ക് ഒന്ന് ഓടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും പറ്റിയ റൈഡുകൾ ഓരോ അങ്ങനെയാണല്ലോ ഇഷ്ടം. പല ഏജിലുള്ള കുട്ടികളാകുമ്പോൾ പിന്നെ അങ്ങനെയല്ലേ. എന്നിട്ട് പിന്നെ മോള് പറയുന്നുണ്ടായിരുന്നു സ്കേറ്റ് ചെയ്യാൻ ഷൂ കൊണ്ടുവരായിരുന്നു അങ്ങനെ. പക്ഷെ പാർക്കിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ എക്സ്ട്രാ സാധനങ്ങൾ കൊണ്ടുവരണേക്കാൾ കൂടുതൽ അവിടുത്തെ റൈഡിൽ കളിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുക. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നെയാണ് കൂടുതലും വരാറ്. പിന്നെ ചൂടുകാലമൊക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ, കുറച്ചൊന്ന് പോകുമ്പോൾ രസമാണ് അങ്ങനെ. അപ്പം ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഓരോരുത്തർ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ നല്ലോണം ഹെവിയായി കഴിച്ചത് കൊണ്ട് തന്നെ രാത്രി അധികം വിശപ്പില്ല, ദാഹമാണ് കൂടുതൽ. വെള്ളമൊക്കെ കൊണ്ടുവന്നത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫില്ല് ചെയ്യാൻ നോക്കുക, അപ്പോൾ സെറ്റായില്ല. എന്നിട്ട് നമ്മൾ പോണ വഴിക്ക് മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. താങ്ക് യു.